ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് പ്ലം കേക്കാണ്, അല്ലെ ക്രിസ്മസ് ഫ്രൂട്ട് കേക്കാണ്. ഇപ്പം നമ്മൾക്ക് സോക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടിയില്ല, അല്ലെ മറന്നുപോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സോക്ക് ചെയ്തൊക്കെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ വിചാരിച്ചു ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തു, അപ്പോൾ പല കേക്ക് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. അപ്പം പ്ലം കേക്ക് ചെയ്തില്ലെങ്കിൽ അതിനൊരു കംപ്ലീഷൻ ആവില്ലാത്ത പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്ലം കേക്ക് ചെയ്യുന്നതോടുകൂടി ഈ ക്രിസ്മസ് സീരീസ് വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് സോക്ക് ചെയ്ത് ട്രഡീഷണലി ചെയ്യുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അങ്ങനെ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 days മുന്നേ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ക്രിസ്മസിന് 2 ദിവസം മുന്നേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം 24th എടുക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കും. എപ്പോഴും ഈ പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 48 hours ആകുമ്പോഴായിരിക്കും അത് കറക്റ്റ് നന്നായിട്ടുണ്ടാവുക. അല്ലാതെ അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ട് അപ്പം തന്നെ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടു. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പോയി ഇടാനായിട്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓരോ വീട്ടിലിങ്ങനെ പേരൻസ് തന്നെയാകും, അല്ലെങ്കിൽ ചില വീട്ടിൽ അമ്മമാർ തന്നെയാകും, ക്രിസ്മസിനൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ മക്കളൊക്കെ വരും ക്രിസ്മസ് വെക്കേഷന്. ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെ കല്യാണം കഴിച്ച് വേറെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന മക്കളോ അങ്ങനെയൊക്കെ അവരൊക്കെ ആ ക്രിസ്മസ് വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷമാണ്, എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴത്തേക്കും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് സ്പെഷ്യലായിട്ട് ഓരോ ഡിഷസൊക്കെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ചെയ്ത് വെക്കുക, പിന്നെ വീട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക, ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവർ വന്നിട്ട് അവരോട് കൂടെ ഒന്നിച്ച് എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി ഡെക്കറേറ്റ് ചെയ്യുക. പക്ഷേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ആ ദിവസങ്ങളുടെ ആ സന്തോഷങ്ങളുടെയൊക്കെ ഒരു ഓർമ്മയായിട്ട് ഈ ട്രീ അവിടെ ഉണ്ടാകും. പിന്നെ അവരൊത്തിരി വേദനയോടുകൂടി ആയിരിക്കും അത് ടേക്ക് ഡൗൺ ചെയ്യുക, അല്ലേ? ജീവിതത്തിൻ്റെ ഓരോരോ സ്റ്റേജസാണ്. നമ്മൾക്കത് എന്താ പറയുക, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഓർക്കുമ്പോൾ ഒരു വിഷമം. ഈ സമയത്ത് ഞാൻ എൻ്റെ പപ്പായും മമ്മിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവരൊക്കെ ഇപ്പം ഇല്ല. എല്ലാവരും നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാവില്ല, അത് ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാലും നമ്മൾക്ക് വിഷമമാവുമല്ലോ. ഇപ്പോഴും കൂടെ എല്ലാവരും ഉള്ളവർ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞ് ഇമോഷണൽ ആവുന്നില്ല. നമ്മൾക്ക് എന്താണെങ്കിലും നമ്മളുടെ ഈ ക്രിസ്മസ് കേക്ക്, പ്ലം കേക്ക്, സോക്കൊന്നും ചെയ്യേണ്ടാത്ത കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു സോസ് പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. അതിൻ്റെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ആ കാരമലൈസ് ചെയ്യുന്ന നോർമൽ ഒരു ഹണി കളർ, ആ കളറിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആകണം. ഏകദേശം ഒരു കട്ടൻ ചായയുടെ കളറിലേക്ക് വരണം. അപ്പോൾ എന്നാൽ കരിയാനും പാടില്ല. കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കയ്പായി പോകും. ആ ഒരു സൂക്ഷിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തടിത്തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ആ കളറ് ആ ഒരു കട്ടൻ ചായയുടെ കളറിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരു കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. തെറിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ച് ഒരു ശകലം ടെമ്പറേച്ചർ ഓക്കെ ആകുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പിലേക്ക് വയ്ക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ അധികം തെറിക്കില്ല. എന്നിട്ട് ഈ തടിത്തവി കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ലൂസാകും. എന്നിട്ട് വീണ്ടും ഇത് കുറുകി വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചല്ലോ, അത് ഒരു 1/2 കപ്പ് ഇതായി വരുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ആകുന്നത് വരെ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കുക. അത് ആയിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു 1/2 കപ്പ് അളവിലേക്ക് ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ആറാൻ വയ്ക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് തലേദിവസം വേണമെങ്കിലും ചെയ്ത് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിനും കുറേ നേരത്തെ രാവിലെ തന്നെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിരുന്ന് ആറിക്കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും. അങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാണ് ഒരു ഫസ്റ്റ് പ്രോസസ്സ് ഈ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്.
ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 170 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുക. Hundred and 70 grams of the brown sugar. ഇനി ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമ്മൾക്ക് നോർമൽ ഷുഗർ ആകാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂടുതലായിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് റേസിൻസും ബ്ലാക്ക് കറണ്ടും പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട, ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ പ്രൂൺസ്, ഫിഗ്, ഇങ്ങനെ ഇഷ്ടമുള്ള ഒക്കെ എടുക്കാം. എല്ലാം കൂടെ ഒരു 350 ഗ്രാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ക്യാൻഡീഡ് ഓറഞ്ച് പീൽ കിട്ടുമല്ലോ, അത് ചേർക്കണം ആക്ച്വലി. അപ്പോൾ ആ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഫ്രഷ് ഓറഞ്ച് പിഴിഞ്ഞും ചേർക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ക്യാൻഡ് ജ്യൂസാണ് ചേർക്കുന്നത്. ഒരു 2/3 ഭാഗം കപ്പ്, ഒരു കപ്പിൻ്റെ 2/3 ഭാഗം, 2/3. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കുറച്ച് ഇങ്ങനെ നല്ല എന്താ പറയുക മോയിസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പം ചേർക്കേണ്ട. ഡ്രൈ ആണെങ്കിൽ മാത്രം, കുറച്ച് ഉണങ്ങിയിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ മാത്രം ഇപ്പം ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഡേറ്റ്സ് ചേർത്താൽ മതി. ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെയാണ് ചേർത്തേക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറച്ച് നേരം ഇതൊന്ന് തിക്കനാവണം, കുറച്ച് ഒന്ന് കുറുകണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഓറഞ്ചിൻ്റെ പീല്, അതിൻ്റെ തോലിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ ചെയ്തു വെച്ച കാരമലൈസ്ഡ് ചെയ്ത് വെച്ച ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് പകരം അല്ലെങ്കിൽ മൊലാസസ് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും ചേർക്കാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു കാരമലൈസ്ഡ് ഒരു ടേസ്റ്റും കളറും ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഈ ഒരു ടെക്സ്ചർ ആവും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അങ്ങ് കുറുകും. അതൊന്നെങ്കിൽ ഇന്ന് ചെയ്യുവാണെങ്കിൽ നേരത്തെ രാവിലെ തന്നെ ഈ ഒരു കാരമലൈസ് ചെയ്ത് വെക്കുന്ന ഈ ഷുഗർ ഇങ്ങനെ ആക്കി വെക്കാം, അല്ലെങ്കിൽ തലേദിവസം വേണമെങ്കിലും ചെയ്ത് വെക്കാം. എന്നിട്ട് അടച്ച് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്, അല്ലാതെ തന്നെ അതിനകത്ത് വേറെ പ്രാണികളൊന്നും വീഴാതെ സേഫായിട്ടൊന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ സോക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഇത് ഈസിയാണ്. ഇങ്ങനെ ഇതൊന്ന് കുക്ക് ചെയ്യുന്ന പോലെ കുറച്ച് നേരം ഒന്ന് സിമ്മർ ചെയ്യുക, കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അത് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് ആറാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നേ സോക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ ആൽക്കഹോൾ ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആയിക്കഴിയുമ്പം ഇത് നമ്മൾ ഓഫ് ചെയ്യുമല്ലോ, ആ സമയത്ത് നമ്മൾക്കൊരു 1/2 കപ്പോളം ആൽക്കഹോൾ, ഇപ്പോൾ റമ്മ ചേർക്കുന്നെങ്കിൽ റമ്മ അല്ലെങ്കിൽ ബ്രാൻഡി, ഇതിലേതെങ്കിലും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആറാൻ വയ്ക്കാം. എന്നിട്ട് ബാക്കി പ്രോസസ്സ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിങ്ങനെ തിളച്ച് ഒന്ന് തിക്കനായി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഓഫ് ചെയ്തിട്ട് ആറാൻ വയ്ക്കാം. ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ആറിക്കോളും. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ആറിക്കിട്ടും. അപ്പോൾ ആറുമ്പോഴത്തേന് ഇത് ഇച്ചിരി കൂടെ ഒന്ന് തിക്കനാകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. ഇനി ഇതൊന്ന് ആറട്ടെ. ആറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓവൻ
പ്രീ ഹീറ്റ് ചെയ്തിടണം. ഒരു 150-160 ആ ഒരു ടെമ്പറേച്ചറിൽ ഇട്ടാൽ മതി. ബിക്കോസ് ഇത് സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇച്ചിരി ഡെൻസ് ആയിട്ടുള്ള ഒരു കേക്കല്ലേ, എല്ലാ ഫ്രൂട്ട്സും ചേർന്നിട്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 3 ലാർജ് എഗ്ഗ്, അതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ ആയിട്ടുള്ള ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1.25 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. 1/2 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ. ഇനി അതില്ലെങ്കിൽ നമ്മൾ ചുക്ക് പൊടിച്ച് ചേർത്താലും മതി. നമ്മൾ ഹോൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചുക്കും കൂടെ ചേർത്ത് പൊടിച്ചാൽ മതി. അപ്പോൾ 1/2 സ്പൂൺ കണക്കാക്കി പൊടിച്ചാൽ മതി. പിന്നെ ഹോൾ സ്പൈസസ് ഒരു 1/2 ടീസ്പൂണ് ചേർക്കുന്നു. ഹോൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചേർത്തേക്കുന്നത് ഗ്രാമ്പു, പട്ട, പിന്നെ ജാതിക്ക, ഇത് ഇത്രയാണ്. ഇതെല്ലാം കൂടെ പൊടിച്ചതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഈ ഡ്രൈ ജിഞ്ചർ പൗഡർ ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചുക്കും കൂടെ ചേർത്ത് പൊടിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ച് നേരത്തെ നമ്മൾ മുട്ടയും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കാണ് ഇത് അരിച്ച് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഫ്രൂട്ട് മിക്സ്ചർ അത് പാറിയിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നട്ട്സാണ്. ഞാൻ വാൾനട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിരുന്നു, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചില്ല. പക്ഷേ ഇപ്പം എന്താണെങ്കിലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പം ഞാനിവിടെ കാഷ്യൂ നട്ട്സ് നുറുക്കി വെച്ചിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. അതൊരു 75 ഗ്രാംസോളം ചേർക്കുന്നു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർക്കുന്നു. കേക്ക് ടിൻ ഞാൻ ബട്ടർ തേച്ച് ബട്ടർ പേപ്പറും ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി 160 ഡിഗ്രിയിൽ ഒരു 55 തൊട്ട് ഒരു 70-75 മിനിറ്റ്സ് വേണ്ടി വരും, ഡിപ്പെൻസ് ഓൺ ഈച്ച് അവൻ. ഏതായാലും ഒരു 50 മിനിറ്റ്സ് 55 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് അത് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി. എനിക്കിവിടെ കറക്റ്റ് 60 മിനിറ്റ്സ് 1 അവർ ആയപ്പോഴാണ് ഇത് റെഡിയായത്. ഇനി കേക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കുക, എന്നിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മളുടെ പ്ലം കേക്ക് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോക്കൊന്നും ചെയ്തില്ലെങ്കിലും നല്ല മോയിസ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാവുന്നതാണ്, നിർബന്ധമില്ല, പക്ഷെ ഞാനിവിടെ കാണിക്കുകയാണ്. ഇപ്പോൾ 1 കപ്പ് പൗഡർ ഷുഗർ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിക്കുക. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രമേ ജ്യൂസ് ചേർക്കാവുള്ളൂ. ഒരു ഇത്തിരി ആയിട്ട് വേണം ചേർക്കാൻ. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മേലേക്ക് ഡ്രിസിൽ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് വേണ്ട തിക്നെസ്സിൽ, അതിനൊരു ഇത്ര ചേർക്കുമെന്ന് പറയാനായിട്ടില്ല, അത് വേണ്ട തിക്നെസ്സിൽ നമുക്കത് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഈ ഷുഗർ കോൺഫിറ്റി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അതൊന്നും നിർബന്ധമില്ല, അതൊരു വിഷ്വലി ഒരു ഇത്. ഈ ഐസിങ്ങും നമ്മളുടെ ഇഷ്ടമാണ്, ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. ഞാൻ ജസ്റ്റ് ആ ഒരു നൊസ്റ്റാൾജിക്കൊരു ഫീലുണ്ടല്ലോ, പണ്ട് ബേക്കറിയിൽ ഒക്കെ ഇങ്ങനെ ഈ ഷുഗർ ഐസിങ് ചെയ്തിട്ട് ഈ കേക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഈ ഐസിങ് തന്നെ നിർബന്ധമില്ല, അത് നമ്മളുടെ ഇഷ്ടമാണ്.
അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാനിത് തേഴ്സ്ഡേ ആണ് ചെയ്യുന്നത്. നോർമലി സാറ്റർഡേ ഓരോ സൺഡേ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നാളെ പട്ടി കിടന്ന് ഭയങ്കര കുറേ കുറേ നേരമായി. ഞാൻ കുറേ നേരം അതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പം നാളെ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഷോട്ട് ഇതുവരെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഷോട്ടും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എനിവേ അപ്പോൾ പറഞ്ഞ പോലെ ഈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാതിരിക്കണ്ട. ഈ റെസിപ്പി ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും മേടിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ തന്നെ മേടിച്ചോളൂ. ഇപ്പോൾ ബട്ടർ മേടിക്കേണ്ടി വരുമായിരിക്കും, പിന്നെ ഓറഞ്ചസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബാക്കി പഞ്ചസാര, മൈദ, മുട്ട ഇതൊക്കെ കാണുമല്ലോ. പിന്നെ നട്ട്മഗ്, ജാതിക്കയുടെ അത് ചിലപ്പോൾ കാണില്ലായിരിക്കും. അല്ലെങ്കിൽ ചുക്കുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഡ്രൈഡ് ജിഞ്ചർ പൗഡർ അങ്ങനെ മേടിക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും മേടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും വീക്കെൻഡിൽ പോയി മേടിച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ തന്നെ നമ്മൾ ഈ ക്രിസ്മസ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ, അതൊരു സന്തോഷമല്ലേ. എന്താണെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് മുമ്പ് വേറെ ചാനൽസൊക്കെ ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട്, മെയിനായിട്ടും ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്താണ് പറ്റിയതെന്ന് ഞാൻ ചില ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്നെ തന്നെ എൻഗേജ് ചെയ്ത് വെക്കുന്നതും ഡൈവേർട്ട് ചെയ്യുന്നതൊക്കെ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ്. അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ഒപ്പം ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിത്തരുന്ന ഒരു നല്ല ന്യൂ ഇയറും ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ബൈ.